ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹഡിൽ മൊബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഹഡിൽ റേസുകാർക്ക് മാത്രം വേണ്ട ട്രെയിനിങ് ആണെന്നാണ്. പക്ഷേ അത് വലിയ തെറ്റിദ്ധാരണയാണ്. ഒരു ഒളിമ്പിക് ലെവൽ അത്ലറ്റിൻ്റെ ശരീരത്തിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ശക്തിയല്ല, അവൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വർഷങ്ങളായി ലോകത്തിലെ മികച്ച സ്പ്രിൻറ്റേഴ്സും ജമ്പേഴ്സും ഹഡിലേഴ്സും ഉപയോഗിക്കുന്ന ഒരു ട്രെയിനിങ് ടൂളിനെ കുറിച്ചാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ എന്തുകൊണ്ട് എല്ലാ അത്ലറ്റ്സും ദിവസവും ഹഡിൽ മൊബിലിറ്റി ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. എന്താണ് ഹഡിൽ മൊബിലിറ്റി? ഫ്ലെക്സിബിലിറ്റി എന്നത് മസിലിൻ്റെ നീളം, മൊബിലിറ്റി എന്നത് ഒരു ജോയിൻറ്റിൻ്റെ മുഴുവൻ റേഞ്ച് ഓഫ് മോഷൻ, നിയന്ത്രണത്തോടെ ചലിപ്പിക്കാൻ കഴിയുന്ന കഴിവിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരേപോലെയല്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലുകൾ ഉയർത്താൻ പറ്റും, പക്ഷെ അത് ബാലൻസ് ഇല്ലാതെയാണെങ്കിലോ അത് മൊബിലിറ്റി അല്ല. ഹഡിൽ മൊബിലിറ്റി എന്തുകൊണ്ട് ചെയ്യണം? ഒരു ചെറിയ ഹഡിൽ പോലും നിങ്ങളുടെ ശരീരത്തോടൊരു ചോദ്യം ചോദിക്കുന്നു. നിൻ്റെ ഹിപ്പ് തുറക്കുമോ? നിൻ്റെ ഗ്ലൂട്ട്സ് പ്രവർത്തിക്കുമോ? നിൻ്റെ കോറ് ശരീരത്തെ സ്ഥിരമാക്കുമോ? ബാലൻസ് ചെയ്യിപ്പിക്കുമോ? നിൻ്റെ ആംഗിള് ശരിയായ രീതിയിൽ ആംഗിളിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? ഒരു ഹഡിൽ കിടക്കുമ്പോൾ ഒരേ സമയം ഹിപ്പ്, നീയ്, ആംഗിള്, സ്പൈൻ, ഷോൾഡർ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇത് ഫുൾ ബോഡി മൂവ്മെൻറ്റ് വർക്കൗട്ട് എന്നാണ് പറയുന്നത്. പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഹിപ്പിൻ്റെ മൊബിലിറ്റി വർദ്ധിക്കും. നല്ല രീതിയിൽ ഹിപ്പ് തുറക്കുമ്പോൾ സ്ട്രൈഡിൻ്റെ ലെങ്ത്ത് മെച്ചപ്പെടും. രണ്ടാമത് റണ്ണിങ് ടെക്നിക്ക് മെച്ചപ്പെടും. മൂന്നാമത് ഇഞ്ചുറി റിസ്ക് കുറയും. ഹാംസ്ട്രിങ് പുള്ള്, ഗ്രോയിങ് ഇഞ്ചുറി, ഹിപ്പ് ടൈറ്റ്നസ്, ലോവർ ബാക്ക് പെയിൻ ഇവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. നാലാമത് ബാലൻസ്. അഞ്ചാമത് കോർഡിനേഷൻ. ആറാമത് റിതം. ഒരു നല്ല റണ്ണർ ആകുന്നതിന് റിതം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പഠിപ്പിക്കുന്നത് ഈ ഹഡിൽ മൊബിലിറ്റി ചെയ്യുമ്പോഴായിരിക്കും. ഓരോ ഡ്രില്ലിൻ്റെയും ഉദ്ദേശങ്ങൾ ഓരോന്നാണ്. ഇപ്പോൾ പല കോച്ചസ് ചെയ്യുന്ന വലിയ തെറ്റ് പറയാം. അത്ലറ്റ്സിനെ ഹഡിൽ കടക്കാൻ വിടും, പക്ഷേ എന്തിനാണ് ആ ഡ്രില്ല് ചെയ്യുന്നത് എന്ന് അവരോട് പറയാൻ സാധ്യതയില്ല. ലീഡ് ലെഗ് ഡ്രില്ല്, ട്രൈൽ ലെഗ് ഡ്രില്ല്, ഫോർവേഡ് വാക്ക്, സൈഡ് വാക്ക്, ഓവർ അണ്ടർ, ഹിപ്പ് സർക്കിള്. ഓരോ ഡ്രില്ലിനും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. മൂവ്മെൻറ്റ് മനസ്സിലാക്കാതെ ഡ്രില്ല് ചെയ്താൽ പ്രോഗ്രസ് വളരെ കുറവായിരിക്കും. കോച്ചിങ് എക്സ്പീരിയൻസ്. എൻ്റെ അനുഭവത്തിൽ മൊബിലിറ്റി സ്ഥിരമായി ചെയ്ത അത്ലറ്റ്സ്മാരാണ് ഏറ്റവും കുറച്ച് ഇഞ്ചുറി ആയിട്ടുള്ളത്. അവരുടെ റണ്ണിങ് എക്കോണമി മെച്ചപ്പെടും, സ്ട്രൈഡ് സ്മൂത്തായി വരും, ഗ്രൗണ്ട് കോണ്ടാക്ട് ടൈം കുറയും, സ്വാഭാവിക സ്പീഡ് വർദ്ധിക്കും. മെജോറിറ്റി അത്ലറ്റ്സും സ്ട്രെങ്ത്ത് മാത്രം ഫോക്കസ് ചെയ്യും, പക്ഷെ മൊബിലിറ്റി ഇല്ലാത്ത സ്ട്രെങ്ത്ത് പലപ്പോഴും ഇഞ്ചുറിയിലേക്ക് നയിക്കും. അവസാനമായ ഒരു കാര്യം മാത്രം ഓർക്കുക, മൊബിലിറ്റി ഒരു വാമപ്പ് അല്ല, മൊബിലിറ്റി ഒരു ലൈഫ് സ്റ്റൈലാണ്. ഓരോ ദിവസവും 10-15 മിനിറ്റ് മൊബിലിറ്റി ചെയ്താൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ റണ്ണിങ് സ്റ്റൈൽ തന്നെ മാറിയിരിക്കും. ചാമ്പ്യനാകാൻ വലിയ ട്രെയിനിങ് മാത്രം പോരാ, ചെറിയ കാര്യങ്ങൾ വളരെ ഡിസിപ്ലിനോട് കൂടി സ്ഥിരമായി ചെയ്യുക തന്നെ വേണം. അതായിരിക്കണം ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് അവൻ്റെ മൈൻഡ് സെറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ടീംമേറ്റ്സിനും ബാക്കിയുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. ഇനി വരുന്ന വീഡിയോകളിൽ ഓരോ ഹഡിൽസ് മൊബിലിറ്റി ഡ്രില്ലും ബയോമെക്കാനിക്സ് അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് കാണാം. അതുവരെ പ്രാക്ടീസ് സ്മാർട്ട്, train consistently. See you in the next video.